നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. പല മുഖ്യധാര മാധ്യമങ്ങളും അവരുടെ തനിനിറം ഇന്നലെ പുറത്തെടുത്തു. മറ്റൊന്നുമല്ല, ഒരു ക്രൈസ്തവ സഭാ മേലധ്യക്ഷൻ തങ്ങളുടെ അജഗണങ്ങളോട് പറയുന്ന ചില വാക്കുകളെ വളച്ചൊടിച്ച് പ്രൈം ടൈം ഡിബേറ്റ് ആക്കുന്ന അവരുടെ സ്ഥിരം നമ്പർ. പാലാപിതാവിന്റെ കാര്യത്തിലും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് നാം കണ്ടത്. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി രക്തസാക്ഷികളെ കുറിച്ച് പറഞ്ഞ വളരെ ചുരുക്കം ചില വാചകങ്ങളാണ് കേരളത്തിലെ പല ചാനലുകളും 1 മണിക്കൂർ ചർച്ചയാക്കി ഇന്നലെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ബോംബ് നിർമ്മിക്കുമ്പോൾ അത് പൊട്ടി മരിക്കുന്നവരും, ചീട്ട് കളിക്കുമ്പോൾ പോലീസ് ഓടിക്കുമ്പോൾ കിണറ്റിൽ വീണ് മരിക്കുന്നവരും, രാഷ്ട്രീയ സംഘടനകളിൽപ്പെട്ട് മരിക്കുന്നവരും രക്തസാക്ഷികളായി വാഴ്ത്തപ്പെടുന്ന ഈ കാലഘട്ടത്തിലാണ് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുടെ ഈ ഓർമ്മപ്പെടുത്തൽ എന്ന് ഓർത്താൽ നന്ന്. കോഴിയെ കൊന്നവൻ തലയിൽ തപ്പും, തലയിൽ പപ്പും കാണും. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ചർച്ചയിലേക്ക് സ്വാഗതം. ഇനി ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ റോയ് കണഞ്ചിറ CMA, ഒപ്പം തലശ്ശേരി അതിരൂപതയിൽ നിന്നും ഫാദർ ടോം ഒലിക്കരോട്ട്, ഒപ്പം തന്നെ കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധി ശ്രീ ജോസുകുട്ടി ജെ ഒഴികയിൽ. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ റോയ് കണഞ്ചിറ CMA, നാം പ്രതീക്ഷിച്ചത് തന്നെയാണ് പാംപ്ലാനി പിതാവ് അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ സഭ മേലധ്യക്ഷൻ ഒരു വാചകം പറയുന്നു, അത് സ്വന്തം സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞ ചില കാര്യങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞ ഒരു വാചകം മുഖ്യധാര മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നു. ഒരു കാര്യവുമില്ലാത്ത ഒരു കാര്യം. മറു സൈഡിൽ നാം ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഇന്നലെ തടിച്ചുകൂടിയ അല്ലെങ്കിൽ ആ പ്രസംഗം കേൾക്കാൻ തടിച്ചുകൂടിയ യുവജനങ്ങളോട് പാംപ്ലാനി പിതാവ് വളരെ കാലിക പ്രസക്തമായ മറ്റു പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. ഈ രാജ്യം നേരിടുന്ന പല പ്രതിസന്ധികൾ, യുവജനങ്ങൾ നേരിടുന്ന പല പ്രതിസന്ധികൾ, ലഹരിക്കണികൾ പോലുള്ള കാര്യങ്ങൾ. പക്ഷെ അതൊന്നും ഇവർക്ക് ചർച്ചയാക്കേണ്ട. ഈ രക്തസാക്ഷികളെ കുറിച്ച് പറഞ്ഞു, ഒരു പാർട്ടിയുടെയും പേരെടുത്ത് പരാമർശിക്കാതെ രക്തസാക്ഷികളെ കുറിച്ച് പറഞ്ഞ 3-4 വാചകങ്ങളാണ് 1 മണിക്കൂർ ചർച്ചയാക്കി പല മാധ്യമങ്ങളും അവതരിപ്പിച്ചത്. ഇത് ഇത്ര വലിയ രീതിയിൽ ഒരു ചർച്ചയാക്കേണ്ട ഒരു വിവാദമായിരുന്നു, അല്ലെങ്കിൽ ഒരു വിഷയമായിരുന്നു ഫാദർ റോയ് കണഞ്ചിറ CMA? അഭിമന്യ പാംപ്ലാനി പിതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞ യുവജന സമ്മേളനത്തിൽ പറഞ്ഞ ആ പ്രസംഗം ഈ കാലത്തിലെ ഒരു പ്രവാചക സ്വരമാണ്. അതിനെ വിവാദമാക്കിയ മാധ്യമങ്ങളോട് എനിക്ക് ആദ്യമേ ഒരു നന്ദിയാണ് പറയാനുള്ളത്. കാരണം പാംപ്ലാനി പിതാവ് ചെറുപുഴ നഗരത്തിൽ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് യുവജനങ്ങൾ, തലശ്ശേരി അതിരൂപതയിലെ യുവജനങ്ങളോടാണ് ഈ ഒരു പ്രസംഗം നടത്തിയത്. പാംപ്ലാനി പിതാവ് പറഞ്ഞ ആ പ്രസംഗം അല്പം വഴിതിരിച്ചു വിട്ടിട്ടാണെങ്കിലും കേരളത്തെ മുഴുവൻ കേൾപ്പിക്കാൻ, മലയാളികളെ മുഴുവൻ കേൾപ്പിക്കാൻ ചാനലുകളെല്ലാം കൂടി ഇന്നലെ മത്സരിക്കുന്ന ഒരു രംഗം കണ്ടു. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് എല്ലാ ചാനലുകളോടും ഈ ചർച്ചയിൽ രക്തസാക്ഷി എന്ന പദത്തെ മത്സരിച്ച് വ്യാഖ്യാനിക്കാൻ വേണ്ടി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ രാഷ്ട്രീയ നേതാക്കളോടും എനിക്ക് വലിയ നന്ദിയുണ്ട്. ഞങ്ങളുടെ കത്തോലിക്ക സഭയിലെ, ക്രൈസ്തവ സഭയിലെ അഭിമന്യ പിതാക്കന്മാർ പറയുന്ന ഓരോ കാര്യങ്ങളും, ഓരോ വാക്കും ഇതുപോലെ എല്ലാവരും അന്തിച്ചർച്ചയ്ക്ക് വിഷയമാക്കണം. എല്ലാവരും അതൊരു വിവാദമാക്കി എടുത്ത് വലിയ അളവിൽ ചർച്ച ചെയ്യണം എന്നതാണ് എൻ്റെ ഒരു ഒന്നാമത്തെ അപേക്ഷ. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഞങ്ങളുടെ സഭയുടെ സത്താപരമായ ചില പദപ്രയോഗങ്ങളുടെ ആഴവും ആകാശവും ഈ ലോകത്തിന്റെ മുമ്പിലേക്ക് ഒന്നുകൂടി വിടർത്തി വയ്ക്കാൻ, വിശകലനത്തിന് വിധേയമാക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നത്. അതുകൊണ്ട് ഇന്നലത്തെ തെറ്റായ ചർച്ച നടത്തിയ എല്ലാ മാധ്യമങ്ങൾക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. ഇനി എനിക്ക് ഒരു കാര്യം, ഈ മാധ്യമങ്ങൾ നടത്തിയ ഈ വക്രീകരണമുണ്ടല്ലോ, ഈ പദാർത്ഥത്തിന്റെ വക്രീകരണം, അത് ഒരു വിശകലനത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. സത്യത്തിൽ പാംപ്ലാനി പിതാവ് പറഞ്ഞത് രക്തസാക്ഷികൾ എന്ന പേരിൽ വിളിക്കപ്പെടുന്ന മരിച്ചുപോയ വ്യക്തിത്വങ്ങളുടെ മരണത്തിന്റെ ഉദ്ദേശം അത് ക്രൈസ്തവമായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നതിന്റെ ആഴമാണ് അദ്ദേഹം യുവജനങ്ങളോട് പറഞ്ഞു കൊടുത്തത്. ക്രൈസ്തവമായ രീതിയിൽ ഒരു രക്തസാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കള്ളുഷാപ്പിൽ കിടന്ന് അടിപിടി കൂടി കത്തിക്കുത്തേറ്റ് മരിക്കുന്നയാളല്ല.
ക്രൈസ്തവമായ അർത്ഥത്തിൽ രക്തസാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവലയിൽ കിടന്ന് പിന്നെ കൊടുവാളും സൈക്കിൾ ചെയിനും പിച്ചാത്തിയും കൈബോംബും ഉണ്ടാക്കി പരിശീലനം നടത്തി അത് പ്രായോഗികമാക്കാൻ വേണ്ടി യാതൊരു ശത്രുതയും ഇല്ലാത്ത പാവപ്പെട്ട മനുഷ്യന്റെ കഴുത്തിന് നേരെ കത്തിയും എടുത്തുകൊണ്ട് ഓടുന്ന വഴിക്ക് കാലിടറി വീണ് പിന്നെ മരണപ്പെട്ടുണ്ടാകുന്ന രക്തസാക്ഷിത്വമല്ല. ക്രൈസ്തവമായ രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി, ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി, എനിക്ക് എന്റെ പ്രാണനേക്കാൾ വലുത് എന്റെ കർത്താവാണ് എന്ന് ഈ ലോകത്തോടും അങ്ങനെ പറയരുത് എന്ന് പറയുന്നവരോടും ചങ്ക് വിരിച്ചു നിന്ന് വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ കഴുത്ത് തെറിച്ചു പോകുമ്പോഴുണ്ടാകുന്ന ആ മുറിഞ്ഞുപോയ കഴുത്തിന് മുകളിൽ മുളച്ചു വരുന്ന പേരാണ് രക്തസാക്ഷി. അത്തരത്തിലുള്ള രക്തസാക്ഷികളുടെ ചുടുനിണത്തിൽ മുളച്ചു പൊന്തിയതാണ് ഈ കത്തോലിക്ക സഭ. അങ്ങനെ പുതിയ തലമുറ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന പുതിയ തലമുറ ഒരു വൈദിക മേലധ്യക്ഷന്റെ നേതൃത്വത്തിൽ വിശ്വാസ പ്രഘോഷണത്തിനായി ഒത്തുചേർന്നപ്പോൾ ആ വിശ്വാസത്തിന്റെ പുതിയ തലമുറയെ മക്കളെ പ്രചോദിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ആഹ്വാനം ചെയ്ത ഒരു വചന പ്രഘോഷണത്തിൽ രക്തസാക്ഷി എന്നുള്ള പദം ഉപയോഗിച്ചതിന്റെ പേരിൽ ഇന്നലെ മുഴുവൻ മാധ്യമങ്ങൾ അദ്ദേഹത്തെ വലിച്ചു കീറിയെങ്കിൽ ആ വലിച്ചു കീറപ്പെട്ട മുഖത്തിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് യഥാർത്ഥ രക്തസാക്ഷിയായ മാനവകുലത്തിന് വേണ്ടി രക്തം ചിന്തി പാപമോചനത്തിന് വേണ്ടി പ്രാണൻ വെടിഞ്ഞ ക്രിസ്തുവിന്റെ മുഖം അദ്ദേഹത്തിന്റെ മുഖത്ത് തെളിഞ്ഞു വരുന്നുണ്ട്. കാരണം സത്യം പറഞ്ഞതിന്റെ പേരിൽ വലിച്ചു കീറപ്പെടുന്ന മുഖങ്ങളിലെല്ലാം ക്രിസ്തുവിന്റെ മുഖം തെളിഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രക്തസാക്ഷി എന്നുള്ള പദപ്രയോഗം ഇവിടെ ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ, ഇന്നലെയും ഇന്നുമായിട്ട് ഏറ്റവും കൂടുതൽ ലൈക്കും ഷെയറും കിട്ടിയിട്ടുള്ളത് രക്തസാക്ഷി എന്നുള്ള പദത്തിനാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ രക്തസാക്ഷികൾ ആരാണ്, അവരെങ്ങനെയാണ് ഈ രക്തസാക്ഷി എന്ന് വിളിക്കപ്പെട്ടത് എന്നൊക്കെ കേരളത്തിലെ സാമാന്യ ബോധമുള്ള ജനം ചർച്ച ചെയ്തു. നമ്മുടെ നാട് നീളെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രക്തസാക്ഷി മണ്ഡപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അറ്റം കൂർത്തു നിൽക്കുന്ന രക്തസാക്ഷി മണ്ഡപങ്ങൾ വിവിധ ഷേപ്പിൽ വിവിധ കലാകാരന്മാരെ കൊണ്ട് വളരെ ആഡംബരപൂർവ്വം ഡിസൈൻ ചെയ്യിപ്പിച്ചുണ്ടാക്കിയിരിക്കുന്ന രക്തസാക്ഷി മണ്ഡപങ്ങളുണ്ട്. ആ രക്തസാക്ഷി മണ്ഡപങ്ങളെ, പാർട്ടികളുടെ രക്തസാക്ഷി മണ്ഡപങ്ങളെ കാണുമ്പോൾ എനിക്ക് അതിലൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അതിൽ തെളിഞ്ഞു വരുന്ന ചില അക്ഷരങ്ങൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് വിദ്വേഷത്തിന്റെ മ്യൂസിയം എന്നാണ് ഈ പാർട്ടി രക്തസാക്ഷി മണ്ഡപങ്ങളെ പേര് വിളിക്കേണ്ടത്. കാരണം അതാരും ആർക്കു വേണ്ടിയും ആരുടെയെങ്കിലും ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി സ്വയം ബലിയർപ്പിച്ചവന്റെ വേദന അതിനകത്ത് മുഴങ്ങുന്നില്ല. അതിലൊന്ന് കാത് ചേർത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടി ഓഫീസുകളിൽ പകയുടെ പാഠാവലികൾ എഴുതി കൊടുത്ത് പഠിപ്പിച്ച് കത്തിമുനയിൽ വിരൽ ചേർത്ത് വെക്കാനായിട്ട് ഉളുപ്പ് മാറ്റാൻ പഠിപ്പിച്ചു കൊടുത്ത പാർട്ടി നേതാക്കന്മാരുടെ അട്ടഹാസങ്ങൾ ആ രക്തസാക്ഷി മണ്ഡപത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ വിറങ്ങലിച്ച് മുഴങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും ഇന്ന രാഷ്ട്രീയ പാർട്ടി, അതായത് അച്ഛൻ ഉദ്ദേശിക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും രക്തസാക്ഷി, നമ്മൾ ആ വാക്ക് വളരെ പ്രധാനമാണ്, രാഷ്ട്രീയ പാർട്ടികളുടെ രക്തസാക്ഷി, അതാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത്? അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് രക്തസാക്ഷികൾ എന്ന് വിളിക്കുന്നവർ അല്ലാതെ രാഷ്ട്രത്തിന് വേണ്ടി രക്തസാക്ഷികളായവരല്ല. അതെ, രാഷ്ട്രീയ പാർട്ടി. ഇന്നലെ നമ്മുടെ മഹാത്മാഗാന്ധിജിയൊക്കെ എടുത്ത് പിന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാമ്പളാനി പിതാവിനെതിരെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. പക്ഷെ അതിനോട് പിന്നെ മറുപടി പറയേണ്ട കാര്യമില്ല. കാരണം രാഷ്ട്രത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചവരെ അല്ല പാമ്പളാനി പിതാവ് ഉദ്ദേശിച്ചത്. പാമ്പളാനി പിതാവ് രക്തസാക്ഷി എന്നുള്ള പദത്തെ തെറ്റായി വ്യാഖ്യാനിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത് ഞാൻ ഈ പറയുന്ന ഈ രാഷ്ട്രീയ കുടിപ്പകയുടെ ഇരകളായി ജീവൻ വെടിയേണ്ടി വന്ന സാധുക്കളായിട്ടുള്ള, നട്ടെല്ലില്ലാത്ത, പാർട്ടിയുടെ അടിമകളായി മാറിയ പാർട്ടി പ്രവർത്തകരുടെ പേരിൽ തന്നെയാണ്. അത് തന്നെയാണ്. ഒപ്പം തന്നെ അതോടൊപ്പം തന്നെ അച്ഛൻ പറഞ്ഞൊരു കാര്യം തന്നെ, ഇവര് പലരും ബലിയാടുകളല്ലേ ശരിക്കും. ഈ ചെറുപ്പത്തിന്റെ ഒരു ചോരത്തിളപ്പിൽ പാർട്ടി അടിമത്തം തലയിൽ പേറി ജീവിതം ഹോമിക്കപ്പെട്ട ബലിയാടുകളല്ലേ ഈ രക്തസാക്ഷികൾ, ഈ പാർട്ടി രക്തസാക്ഷികൾ എന്ന് പറയുന്ന പലരും, അതായത് എതിർ പാർട്ടികളുടെ പകയ്ക്ക് ഇരയായ ബലിയാടുകൾ. തീർച്ചയായിട്ടും അത് ആ ഒരു സമയത്ത് ഈ വാളെടുത്ത് കൊടുത്ത്, വാക്കത്തി എടുത്തു കൊടുത്ത്, അരിവാൾ എടുത്തു കൊടുത്ത്, ചുറ്റിക എടുത്തു കൊടുത്ത്, അടിയടാ വെട്ടടാ എന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചു വിട്ടിട്ട് ഈ വെട്ടും കുത്തും ഇടിയും കൊടുത്തു കഴിഞ്ഞിട്ട് ഈ നക്ഷത്രം
കാണുന്നത് ആരാണ്? നക്ഷത്രം കാണുന്നത് ഈ സ്വന്തം മക്കളെ നഷ്ടപ്പെടുന്ന മാതാപിതാക്കളാണ്. ആർക്കൊക്കെയോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ ആർക്കൊക്കെയോ വേണ്ടി അലറുകയും അട്ടഹസിക്കുകയും ചെയ്ത അർത്ഥം കാണാതെ ജീവിതത്തിന്റെ പാതി വഴിയിൽ അടഞ്ഞു പോകുന്ന ഈ ഗതിമുട്ടിയ ജന്മങ്ങളുടെ മാതാപിതാക്കൾ, അവരെ പിറവി കൊടുത്ത മാതാപിതാക്കളുടെ തലയ്ക്കകത്താണ് നക്ഷത്രം തിളങ്ങുന്നത്. അതുകൊണ്ട് ഈ ഒരു പകയുടെ, ഈ ഒരു വിദ്വേഷത്തിന്റെ ഈ പ്രദർശന മ്യൂസിയം ഉണ്ടല്ലോ, ഈ മ്യൂസിയം പ്രദർശനങ്ങൾ, അത് കേരളത്തിന് അപമാനമാണ്, സാംസ്കാരിക കേരളത്തിന് അപമാനമാണ്. നിങ്ങളൊന്ന് സത്യസന്ധമായിട്ട് മറുപടി പറയണം. രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസ് നിലനിൽപ്പിനും അതിജീവനത്തിനും അടിച്ചമർത്തലിനും വേണ്ടി തെറ്റും ക്രൗര്യവും എഴുതി പഠിപ്പിച്ച കുത്തക സംഭരണശാലകളല്ലേ പാർട്ടി ഓഫീസുകൾ? ഇനി ഈ കേരളത്തിന്, ഈ പുതിയ കേരളത്തെ പടുത്തുയർത്താൻ ശ്രമിക്കുന്ന പുതിയ നൂറ്റാണ്ടിന് ഇത്തരത്തിൽ ഈ അസത്യം പഠിപ്പിച്ച്, ഈ കള്ളത്തരം പഠിപ്പിച്ച്, നട്ടല്ലില്ലാതെ ഒരു ചെറിയ കാറ്റ് വരുമ്പോൾ പോലും വളഞ്ഞു പോകുന്ന വ്യക്തിത്വങ്ങളായി, അറിവ് കൊടുക്കാതെ ഈ വളർത്തിക്കൊണ്ടുവരുന്ന പാർട്ടി പ്രീണന മേഖലയിൽ മാത്രം വളരുന്ന ഈ പുതിയ തലമുറയെ കൊണ്ട് ഒരു പുതിയ രാഷ്ട്രത്തെ പടുത്തുയർത്താൻ പറ്റുമോ? അതുകൊണ്ട് ഈ വിദ്വേഷത്തിന്റെ കുത്തക സംഭരണശാലകൾ തുറന്നു വെക്കട്ടെ. ഈ വിദ്വേഷത്തിന്റെ, ഈ അപരവിദ്വേഷത്തിന്റെ ഈ മ്യൂസിയങ്ങൾ ഇവിടെ ഇല്ലാതെയാകട്ടെ. പകരം നന്മയ്ക്ക് വേണ്ടി, പകരം സ്നേഹത്തിന് വേണ്ടി, പകരം ക്ഷമയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആകാശം മുട്ടുന്ന ശുദ്ധ വ്യക്തിത്വത്തിന്റെ, വിശുദ്ധ മാനവികതയുടെ, കറകളഞ്ഞ നന്മയുടെ മഹാശിലാരൂപങ്ങൾ, മഹാസ്തൂപങ്ങൾ, വ്യക്തിത്വ സ്തൂപങ്ങൾ ഇവിടെ ഉയർന്നു വരട്ടെ. അത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഉയർന്നു വരട്ടെ, അത് മതസമൂഹങ്ങളിൽ നിന്ന് ഉയർന്നു വരട്ടെ. അങ്ങനെ കേരളത്തിൽ രക്തത്തിന് സാക്ഷികളല്ല, സ്വന്തം ജീവിതം സാക്ഷ്യമായി നൽകുന്ന ജീവിത സാക്ഷികൾ ഉണ്ടാകട്ടെ. ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചിട്ട് ടോമസിലേക്ക് വരാം. നമ്മുടെ ഈ പാർട്ടി രക്തസാക്ഷികൾ എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ അച്ഛനോട് ഞാൻ തന്നെ ചോദിച്ചതാണ്, പ്രത്യേകിച്ച് ഈ തലച്ചോറ് പാർട്ടിക്ക് അടിമ വെച്ച ചിലർ. പക്ഷെ അതിൽ പോലും ഈ രക്തസാക്ഷികളാകുന്നവരിൽ പോലും ഈ നിഷ്കളങ്കരായിട്ടുള്ള ചില ജന്മങ്ങൾ കൂടിയില്ലേ? ഒരു പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുന്നു, ഒരു സംഘടനകളിൽ അവിടെ വന്നുപെടുന്നു, അവിടെ കൊലക്കത്തിക്ക് ഇരയാകുന്നു. അത്തരം വ്യക്തികൾ കൂടി രക്തസാക്ഷി പരിവേഷം നേടുന്ന കൂട്ടത്തിലില്ലേ ശരിക്കും? നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള ചില സിനിമകൾ, രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ള സിനിമകൾ, യഥാർത്ഥ രാഷ്ട്രീയ ജീവിത ശൈലികൾ അവതരിപ്പിക്കുന്ന ചില സിനിമകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ എങ്ങനെയാണ് ഒരാളെ രക്തസാക്ഷിയാക്കുന്നത്? എന്തിനാണ് രക്തസാക്ഷിയാക്കുന്നത്? പാർട്ടിക്ക് ഒരു സംഘടനാപരമായ ഒരു ഉത്തേജനം കിട്ടാൻ, ആരെങ്കിലും ഒരാൾ ബലിയാകണം എന്ന് പറയുന്ന പ്രാകൃതമായ ഒരു കാഴ്ചപ്പാടിനെ പ്രാവർത്തികമാക്കാൻ വേണ്ടി ഇതുപോലെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ തലച്ചോറ് നേർച്ച കൊടുത്ത ഈ അടിമകളിൽ ആരെങ്കിലും ഒരാളെ ബലിയാക്കുക. അത്തരത്തിലുള്ള ഒരാളെ ബലിയാക്കി കഴിഞ്ഞാൽ, ഒരു രക്തസാക്ഷിയെ ഇതുപോലെ നിർമ്മിച്ചു കഴിഞ്ഞാലാണ് പാർട്ടിക്ക് അതിജീവനത്തിന് സാധ്യതയുള്ളൂ. പിന്നെ ബക്കറ്റ് പിരിവായി, പിന്നെ നിർബന്ധ പിരിവായി, പിന്നെ അവരുടെ പ്രകടനമായി, പിന്നെ പതാക നിർമ്മാണമായി, ഫ്ലെക്സ് ബോർഡ് ഉണ്ടാക്കലായി. അങ്ങനെ പിരിച്ചെടുക്കുന്ന ബക്കറ്റ് പിരിവിൽ ഓട്ട വീഴുന്നതിന്റെ കഥകൾ ഈ പാർട്ടിക്കാർ തന്നെ പലതരത്തിൽ പുറത്തുവിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ എത്രയോ ചെറുപ്പക്കാര് ഇത്തരത്തിൽ പാർട്ടിയുടെ ഈ ആർത്തി സംഭരണശാലയുടെ അറവുമാടുകളായി മാറിയിട്ടുണ്ട് എന്നത് ഈ ചരിത്രം പരിശോധിക്കട്ടെ. ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം ഈ പറയുന്ന ഈ രാഷ്ട്രീയക്കാർ തന്നെ പരിശോധിക്കട്ടെ, തുറന്നു പറയട്ടെ കേരളത്തോട്. ഈ സത്യങ്ങളൊക്കെ ഏതെങ്കിലും ചാനലുകൾ തുറന്നു പറയും. ഇന്നലത്തെ ചർച്ചയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ജാള്യത തോന്നി, ലജ്ജ തോന്നി. ചില അവതാരകരൊക്കെ എത്ര വാശിയോടെയാണ് പാമ്പ്ളാനി പിതാവിന്റെ ഈ പ്രസ്താവനയെ രാഷ്ട്രീയക്കാരെ പ്രീണിപ്പിക്കാനും, രാഷ്ട്രീയക്കാരുടെ പിന്നെ സ്തുതി പാടാനും വേണ്ടി, അവരുടെ സപ്പോർട്ട് കിട്ടാനും വേണ്ടി ഈ ചാനലുകൾ എത്ര നിർലജ്ജമായിട്ടാണ് ഈ സത്യത്തെ മൂടി വയ്ക്കുകയും അസത്യത്തിന് വേണ്ടി അട്ടഹാസം മുഴക്കുകയും ചെയ്തത്. ആ ഒരു ദുരവസ്ഥയിൽ നിന്ന് കേരളം മാറിയാലേ ഈ മനസാക്ഷി തീരെഴുതി കൊടുക്കുന്ന, തലച്ചോറ് തീരെഴുതി കൊടുക്കുന്ന
ഈ പാർട്ടി അടിമത്തത്തിന് ഇരയായി പോകുന്ന ഈ ഒരു തലമുറയ്ക്ക് മോചനം ഓക്കെ, ലഭിക്കുകയുള്ളൂ. അച്ഛൻ പറഞ്ഞപ്പോൾ ഇപ്പൊ സിനിമയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പെട്ടെന്നൊരു ഓർമ്മ വന്നത്. പഴയ കാലത്ത് ഇറങ്ങിയ സത്യനന്ദിക്കാടിന്റെ ഒരു സിനിമയുണ്ട് സന്ദേശം. അതിലൊരു രസകരമായിട്ടുള്ള ഒരു സീന്, ഈ പാമ്പ്ളാനി പിതാവിന്റെ ഈ പ്രസ്താവന വിവാദമായതിനു ശേഷം വൈറലായിരുന്നു. ഒരു വ്യക്തി മരിക്കുന്നു, ആ വ്യക്തി ഇരു പാർട്ടിയുടെയും രക്തസാക്ഷിയാക്കാൻ വേണ്ടി ഇരു പാർട്ടിക്കാരും നടത്തുന്ന ചില ചില കളികൾ, അത് ഈ സമയത്ത് ഓർമ്മ വരികയാണ്. ഞാൻ ടോമസനിലേക്ക് വരാം. ഫാദർ ടോം ഒലിക്കരോട്ട്, അങ്ങ് തലശ്ശേരി അതിരൂപതയിലെ വൈദികൻ കൂടിയാണ്. പ്രത്യേകിച്ച് പാമ്പ്ളാനി ഈ അടുത്ത നാളുകളിൽ കൂടുതൽ ഒരു ടാർഗറ്റ് ചെയ്യപ്പെടുന്നു. പ്രത്യേകിച്ച് ഈ കർഷക സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയൊരു പ്രസംഗമുണ്ട്, റബ്ബറിന് 300 രൂപ ആക്കുന്നതുമായി ബന്ധപ്പെട്ട്. പിന്നീട് ആഴ്ചകൾക്ക് ഇപ്പുറം അദ്ദേഹം നടത്തിയ ചെറിയൊരു പ്രസ്താവന, അദ്ദേഹം ആ യുവാക്കളോട് നടത്തിയ പ്രസംഗത്തിന്റെ ഒരു കോർ അന്തസത്ത അതായിരുന്നില്ല. സാന്ദർഭികവശാൽ അദ്ദേഹം പറഞ്ഞ ഒരു 3-4 സെന്റൻസ് അതാണ് ചർച്ചയാകുന്നത്. എന്തുകൊണ്ടാണ് പാമ്പ്ളാനി പിതാവ് ഇത്തരത്തിൽ ഈ മുഖ്യധാര മാധ്യമങ്ങളുടെ ഒപ്പം തന്നെ മുഖ്യധാര പാർട്ടികളുടെ ഒരു ടാർഗറ്റായി ഈ അടുത്ത നാളുകളിൽ മാറുന്നത്? ഫാദർ ടോം ഒലിക്കരോട്ട്. ജോർജി, താങ്ക് യു. ആദ്യമായിട്ട് തന്നെ പറയാനുള്ളത്, തലശ്ശേരി അതിരൂപത വളരെ കൃത്യമായി ഈ ഒരു പ്രസ്താവനയെ കുറിച്ചുള്ള വിശദീകരണം നൽകിയിട്ടുണ്ട്. അത് പ്രസ് റിലീസായിട്ടും രൂപതയുടെ ഔദ്യോഗികമായ രീതിയിലും അത് അറിയിച്ചിട്ടുണ്ട്. ഇവിടെ ആദ്യമേ തന്നെ ഈ വിഷയത്തിൽ, ഇപ്പോഴുള്ള ഈ വിവാദ വിഷയത്തിൽ രൂപത പറയുന്നത് രക്തസാക്ഷികളെ ആദരിക്കുന്നത് സഭയുടെ സംസ്കാരമാണ്. അതുകൊണ്ട് തന്നെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെയോ അല്ലെങ്കിൽ ജീവിതശൈലിയിലെയോ ഉദാത്തമായ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള രക്തസാക്ഷികളായിട്ടുള്ള ഒരാളെയും അപമാനിക്കാനോ അവരുടെ ആദർശശുദ്ധിക്ക് എതിരായിട്ടുള്ള നിലപാടെടുക്കാനോ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രസ്താവന ആയിരുന്നില്ല അത്. തലശ്ശേരി അതിരൂപതയ്ക്കോ പാമ്പ്ളാനി പിതാവിനോ ഒരു രക്തസാക്ഷികളെയും അപമാനിക്കാനോ അവരുടെ ത്യാഗപൂർവമായ ജീവിതത്തിന് വില കുറച്ച് കാണാനോ ഉള്ള ലക്ഷ്യമില്ല. ഇനി എന്താണ് ഇങ്ങനെ ഒരു പ്രസ്താവനയുടെ പിറകിലെ കോണ്ടെക്സ്റ്റ്? നമുക്ക് ഇന്ന് കേരളത്തിൽ സംഭവിക്കുന്ന മാധ്യമധർമ്മത്തിന്റെ ഏറ്റവും മലിനമായ ഒരു മുഖം, ഒരു വ്യക്തി ഒരു വളരെ പർട്ടിക്കുലർ ആയ ഒരു കോണ്ടെക്സ്റ്റിൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ആ വേദിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഉദാഹരണം, പാമ്പ്ളാനി പിതാവ് സംസാരിച്ചത് തലശ്ശേരി അതിരൂപതയുടെ യുവജന സംഗമത്തിൽ ചെറുപുഴയിൽ വളരെ ക്ഷണിക്കപ്പെട്ട, ഒരുമിച്ച് കൂട്ടപ്പെട്ട യുവജനങ്ങളോട്, കത്തോലിക്കരായ യുവജനങ്ങളോടാണ്. അവരോട് തലശ്ശേരി അതിരൂപതയുടെ പശ്ചാത്തലത്തിൽ രക്തസാക്ഷികളെ കുറിച്ചും എന്നാൽ രക്തസാക്ഷിത്വത്തിന്റെ മൂല്യം നഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ കുറിച്ചും പറഞ്ഞു കൊടുക്കുന്നത് ആ ഒരു കോണ്ടെക്സ്റ്റിൽ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അത് തലശ്ശേരി അതിരൂപതയുടെ മീഡിയയിലൂടെയോ അതല്ലെങ്കിൽ ഷെക്കീനെ പോലെയുള്ള മീഡിയയിലൂടെ ഒന്നും നമ്മൾ സംപ്രേഷണം ചെയ്തതല്ല. അത് ആരോ പ്രത്യേകമായ ലക്ഷ്യത്തോടെ അവിടെ വന്ന് ഇതെടുത്ത് ആ ഒരു പർട്ടിക്കുലർ ഭാഗം മാത്രം കട്ട് ചെയ്ത് അവർ മാധ്യമ പ്രവർത്തനത്തിന്റെ ഏറ്റവും മലിനമായ രൂപം അവിടെ കാണിക്കുകയാണ്. വളരെ ഒരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞ കാര്യം അത് മാത്രം അടർത്തിയെടുത്ത് വേറൊരു അവസരത്തിൽ ഉപയോഗിക്കുമ്പോൾ അത് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആണ്. അത് കേൾക്കുന്നവർക്ക് തെറ്റിദ്ധാരണ വരും. അപ്പോൾ ഇവിടുത്തെ മാധ്യമധർമ്മം ഇതാണ്. ഇവിടെ ഒരു തെറ്റിദ്ധാരണ വരുത്തണം, ഒരു പുകമറ സൃഷ്ടിക്കണം. ആ പുകമറ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അപ്പോൾ പാമ്പ്ളാനി പിതാവിന് രക്തസാക്ഷികളോട് പൊതുവായ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അപ്പൊ അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? അത് പറയണമെങ്കിൽ ഞാനും തലശ്ശേരി രൂപതയിലെ പല വൈദികരും നേരിട്ടിട്ടുള്ള യുവജനങ്ങളുടെ ഒരു ചോദ്യമുണ്ട്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രക്തസാക്ഷികൾ ധാരാളമുണ്ട്, ജീവിക്കുന്ന രക്തസാക്ഷികൾ എന്ന് പറയുന്നവരുണ്ട്, ബലിദാനികളുണ്ട്, RSSന്റെയോ BJPയുടെയോ ഭാഷയിലെ ബലിദാനികളുണ്ട്. ഇവരും സഭയിലെ വിശുദ്ധരും തമ്മിൽ, രക്തസാക്ഷികളായി മരിച്ചവരും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇത് വിശ്വാസത്തിന്റെ വിഷയമാണ്. ഞങ്ങളുടെ ക്രൈസ്തവരായ യുവജനങ്ങൾക്ക് കൃത്യത കിട്ടാൻ വേണ്ടി അവർ ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ്. അതിന് തലശ്ശേരിയുടെ ആത്മീയ ആചാര്യൻ എന്ന നിലയിൽ വിശ്വാസികളുടെ സമൂഹത്തോട് പാമ്പ്ളാനി പിതാവിന് കൃത്യമായി ഉത്തരം പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. ആ ഉത്തരം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ പഠിപ്പിക്കാനോ BJPക്കാരെ പ്രബുദ്ധരാക്കാനോ ഇവിടുത്തെ മാധ്യമ അജണ്ടകളുള്ള ആളുകൾക്ക് വിവരം വെപ്പിക്കാനോ തെറ്റിദ്ധരിപ്പിക്കാനോ വേണ്ടിയല്ല. ഞങ്ങളുടെ യുവജനങ്ങളോട്, കത്തോലിക്കരായ യുവജനങ്ങളോട് അവരുടെ അറിവിലേക്ക് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ പറയാൻ കേൾക്കേണ്ട ആളുകൾ അത് കേൾക്കുകയും അവർക്ക് മനസ്സിലാക്കുകയും ചെയ്തു. ക്ഷണിക്കപ്പെടാതെ വന്ന് അതിന്റെ ഒരു ഭാഗം മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോയി അതിനെ വക്രീകരിക്കുന്ന അന്തസ്സില്ലാത്ത മാധ്യമധർമ്മമാണ് ഇന്നലത്തെ മുഖ്യധാര മാധ്യമങ്ങൾ, ഏഷ്യാനെറ്റും മാതൃഭൂമിയും
മനോരമയും ഒക്കെ അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങളെന്ന് അവകാശപ്പെടുന്നവർ ചെയ്യുന്നത് നിലവാരമില്ലാത്ത മാധ്യമ പ്രവർത്തനമാണ്. ഇനി ഇവിടെ നമ്മൾ ന്യായമായി സംശയിക്കേണ്ട കാര്യം ഈ ഒരു ചോദ്യമാണ്, ഇതെന്താണ് വ്യത്യാസം? സഭയിലെ രക്തസാക്ഷികൾ ആരായിരുന്നു? ഞാനൊരു ഉദാഹരണം പറയാം. സഭയിൽ വളരെ ആദരിക്കപ്പെടുന്ന ആധുനിക കാലത്തെ രക്തസാക്ഷിയാണ് മാക്സിമിലിയൻ കോൾബെ. അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് അദ്ദേഹം രക്തസാക്ഷിയായി മാറിയത്? ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അകപ്പെട്ട ഒരു വൈദികനാണ് അദ്ദേഹം. അദ്ദേഹം ഇങ്ങനെ നിരനിന്ന് നിൽക്കുകയാണ്. അതിൽ ഒരു പട്ടാളക്കാരന് വധശിക്ഷ വിധിക്കുന്നു. അയാളെ വെടിവെച്ച് കൊള്ളാനായി ഹിറ്റ്ലറുടെ നാസി പട്ടാളം അയാളുടെ മേൽ പോയിന്റ് ചെയ്തപ്പോൾ അയാൾ നിലവിളിച്ച് കരയുന്നു, എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, ജീവിക്കാൻ ആശയുണ്ട്. അങ്ങനെ അടുത്തു നിൽക്കുന്നവന്റെ കണ്ണുനീരും നിലവിളിയും കണ്ടപ്പോഴാണ് മാക്സിമിലിയൻ കോൾബെ എന്ന് പറയുന്ന കത്തോലിക്ക പുരോഹിതന് തോന്നുകയാണ്, എന്റെ ജീവന്റെക്കാൾ വിലയുള്ളതാണ് ഇവന്റെ ജീവൻ. അദ്ദേഹം ഗൺ പോയിന്റിലേക്ക് കയറി നിന്നിട്ട് പറയും, ഇവന് പകരം എന്നെ വെടിവെച്ച് കൊല്ലണം, എന്റെ ജീവൻ സ്വീകരിച്ചിട്ട് ഇവനെ വെറുതെ വിടണം. ഇയാളെയാണ് സഭ രക്തസാക്ഷി എന്ന് വിളിച്ചത്, ഈ മാക്സിമിലിയൻ കോൾബെയാണ്. ഇനി കൊറോണയുടെ കാലത്ത് ഇറ്റലിയിൽ ഒരു വൈദികൻ രക്തസാക്ഷിയായി. എങ്ങനെയാണെന്ന് അറിയാമോ? സഭയുടെ രക്തസാക്ഷിത്വം. അന്ന് ഇറ്റലിയിലെ ഒരു ആശുപത്രി ജോലി ചെയ്തിരുന്ന ആളാണ് ഞാനും. വെന്റിലേറ്റർ കിട്ടാനാണ് ഏറ്റവും പ്രയാസം ഉണ്ടായിരുന്നത്. അതിൽ വെന്റിലേറ്റർ ലഭ്യമല്ലാത്തടത്ത് ശ്വസന ഉപകരണം യന്ത്രം സഹായമായിട്ട് കിട്ടുമായിരുന്നു. അങ്ങനെ 67-കാരനായ ഒരു ഇറ്റാലിയൻ വൈദികൻ ആശുപത്രി കിടക്കുന്നു. ഇടവകക്കാർ അദ്ദേഹത്തിന് ഒരു വെന്റിലേറ്റർ, ശ്വസന ഉപകരണം കൊണ്ടു കൊടുക്കും. അദ്ദേഹം അതിന്റെ സഹായത്തോടുകൂടി ശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, അവന് കുടുംബവും ഭാര്യയും കുഞ്ഞുമുള്ള ഒരു ചെറുപ്പക്കാരൻ ശ്വാസത്തിന് വേണ്ടി, പ്രാണവായുവിന് വേണ്ടി പിടയാണ്. വെന്റിലേറ്റർ കൊണ്ടു കൊടുക്കാൻ ആളില്ല അവന്. ഈ വൈദികൻ പറഞ്ഞു, എന്റെ ഈ വെന്റിലേറ്റർ ഊരി ഞാൻ 67 വർഷം ജീവിച്ചു, ഇനി ഞാൻ എന്റെ ജീവിതം സമർപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. എന്റെ ഈ വെന്റിലേറ്റർ ഊരി അവന് ഘടിപ്പിച്ചു കൊടുക്കുക, അവൻ ജീവിക്കട്ടെ. അങ്ങനെ അടുത്ത് കിടന്ന് പ്രാണവായുവിന് വേണ്ടി പിടഞ്ഞ മനുഷ്യന് സ്വന്തം വെന്റിലേറ്റർ ഊരിക്കൊടുക്കാൻ പറഞ്ഞ് മരണത്തെ സ്വീകരിച്ച മനുഷ്യനെ സഭ രക്തസാക്ഷി എന്ന് വിളിക്കും. ആരാണ് ക്രൈസ്ത്യാനികളുടെ രക്തസാക്ഷി? അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ എന്ന കവി പാടിയതുപോലെ ലോകത്തിന്, സമൂഹത്തിന്, ചുറ്റുമുള്ള മനുഷ്യർക്ക് നന്മയുണ്ടാകാൻ വേണ്ടി ആത്മസമർപ്പണം നടത്തിയവരാണ് രക്തസാക്ഷികൾ. അത് കാൽവരിയിലെ കുരിശിൽ ക്രിസ്തു മുതൽ ഈ കാലഘട്ടത്തിൽ ഇന്ന് വരെ സഭയിൽ നടക്കുന്ന എല്ലാ ജീവത്യാഗങ്ങളും മറ്റു മനുഷ്യർക്ക് നന്മയുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ആ രക്തസാക്ഷികളും പാമ്പളാവിപ്രാവ് പറഞ്ഞത് വളരെ യാഥാർത്ഥ്യമാണ്. നമ്മുടെ കണ്ണൂരിന്റെയോ അല്ലെങ്കിൽ മലബാറിന്റെയോ പശ്ചാത്തലത്തിലെ രക്തസാക്ഷികളുടെ ലിസ്റ്റുകൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ പ്രസിദ്ധീകരിക്കട്ടെ. അവരിൽ എത്ര പേരാണ് യാതൊരുവിധ ക്രിമിനൽ കേസുകളിലും പ്രതിയല്ലാത്തായിട്ടുള്ളവർ? യാതൊരു അക്രമ സംഭവങ്ങൾക്ക് ഇതിനു മുമ്പ് ഇടപെടാത്തവരായിട്ട് എത്ര പേരുണ്ട്? അപ്പോൾ ഈ രക്തസാക്ഷികൾ അക്രമ പാർട്ടികളുടെ രാഷ്ട്രീയ അക്രമങ്ങളുടെ ഭാഗമാകാൻ നിർബന്ധിക്കപ്പെടുകയോ അങ്ങനെ നിലകൊള്ളുകയോ ചെയ്ത ആളുകളും സഭയിലെ രക്തസാക്ഷികളും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന വിശ്വാസികളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കടമപ്പെട്ട മെത്രാൻ അദ്ദേഹത്തിന്റെ കടമ ചെയ്തു എന്നുള്ളതിനെ എന്തിനാണ് വളച്ചൊടിക്കുന്നത്? ഇത് ഇനിയും പറയേണ്ട വിഷയമാണ്. ഇവിടെ പറഞ്ഞ് പാമ്പ്ളാനി പിതാവ് നിർത്തുകയല്ല, ഞങ്ങളൊക്കെയും ഇനിയും പറയും. സഭയിലെ രക്തസാക്ഷികളുടെ വ്യത്യാസം എന്താണ്? ഇന്നത്തെ കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമാവുന്ന രക്തസാക്ഷികളുടെ വ്യത്യാസം എന്താണ്? മഹാത്മാഗാന്ധിയെ പോലെയുള്ള രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ കൊടുത്ത മനുഷ്യരുടെ, സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ഉൾപ്പെട്ട് ജീവൻ സമർപ്പിച്ചവരുടെ വില എന്താണ്? ആ വിലയും മൂല്യവും പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ യുവതലമുറ അവരെങ്ങനെ സത്യം തിരിച്ചറിയും? അവർ അജ്ഞത കൊണ്ടും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന സ്വാർത്ഥ താല്പര്യമുള്ള മനുഷ്യരുടെ ഇടപെടൽ കൊണ്ടും അവർ വഴിതെറ്റിപ്പോകത്തില്ലേ? അതുകൊണ്ട് മനോരമ ചർച്ച ചെയ്തുകൊണ്ട്, മാതൃഭൂമി ചർച്ച ചെയ്തുകൊണ്ട്, കുറെ FB പോസ്റ്റിൽ പുലഭ്യം പറഞ്ഞുകൊണ്ട്, ഞങ്ങളുടെയൊക്കെ ഫേസ് വെച്ചുകൊണ്ട് പോസ്റ്റ് അടക്കുന്ന ചില കുബുദ്ധികൾ പ്രചാരണം നടത്തിയതുകൊണ്ട് ഇനിയും ഇങ്ങനെയുള്ള നേരുള്ള സംസാരങ്ങൾ ഞങ്ങൾ ആരെങ്കിലും അവസാനിപ്പിക്കുമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അവരോട് ശുദ്ധ സഹതാപമേ പറയാനുള്ളൂ. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയും, CPIM-ന് വിഷമിക്കേണ്ട കാര്യമില്ല, BJP ഒരു വിഷമം അതിൽ പ്രകടിപ്പിച്ച് കണ്ടുമില്ല, കോൺഗ്രസും അതിൽ പ്രത്യക്ഷമായിട്ട് ഒരു വിഷമം പറഞ്ഞു കണ്ടില്ല. CPM-നാണ് കൊണ്ടത്. ഇതിൽ CPIM-ൽ സഖാവ് P. ജയരാജൻ ഏറ്റവും ആദ്യം അദ്ദേഹം ഇതിൽ വ്രണിതനാവുന്നു. എന്തിനാണ് P. ജയരാജൻ അങ്ങനെ പെട്ടെന്ന് വ്രണിതനാവുന്നത്?
എന്തിനാണ് ഈ CPIM-ന് മാത്രം? മാത്രമല്ല പിതാവ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പേരെടുത്ത് പറഞ്ഞില്ല. പിതാവ് വെറും ഒരിടത്തും രക്തസാക്ഷികൾ ഒരു അത്രേ രാഷ്ട്രീയ പറഞ്ഞിട്ടുള്ളൂ. പാർട്ടിയെ കുറിച്ച് പറഞ്ഞില്ല. തന്നെയുമല്ല, ഇന്ന് നമ്മൾ സന്ദേശം എന്ന് പറഞ്ഞ സിനിമയൊക്കെ അവതരിപ്പിക്കുന്ന ആ ഒരു സറ്റയറിക് ആയിട്ടുള്ള അവതരണം, ആ രീതിയിൽ ഇന്ന് രക്തസാക്ഷികളെ മൂല്യബോധത്തോടുള്ള അല്ലെങ്കിൽ ആദർശത്തോടുള്ള പ്രതിബദ്ധത കൂടാതെയൊക്കെ പലതിലേക്കും വലിച്ചിഴക്കപ്പെട്ടതിനെ വളരെ സറ്റയറായിട്ട് ഒരു ഹാസ്യരൂപത്തിൽ പിതാവ് പറഞ്ഞ കാര്യമാണ്. അതും വിവാദമാക്കാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇവിടെ കുറെ വർഷം മുമ്പ് സഖാവ് പിണറായി വിജയൻ പറഞ്ഞിരുന്നു, ഇവിടെ ഒരു മാധ്യമ സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ന് ഈ മാധ്യമ സിൻഡിക്കേറ്റ് ഇന്ന് പ്രവർത്തിക്കുന്നത് കത്തോലിക്ക സഭയ്ക്കെതിരെയാണ്, മെത്രാന്മാർക്കെതിരെയാണ്. നമ്മുടെ പിതാക്കന്മാർ എന്തു പറഞ്ഞാലും അവർ വിവാദമാക്കും. പുളിക്കൽ പിതാവ് കണമലയിൽ വെച്ച് കാട്ടുപോത്ത് വെട്ടിത്തകർത്ത് കളഞ്ഞ മനുഷ്യന്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ സ്വന്തം പുരയിടത്തിൽ വീട്ടുമുറ്റത്ത് സുരക്ഷിതമില്ലാത്ത മനുഷ്യന്റെ സങ്കടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ശശീന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രി എന്താണ് പറഞ്ഞത്? KCBC പ്രകോപനം സൃഷ്ടിക്കുന്നു. KCBC ഒരു പ്രസ്താവന ഇറക്കിയപ്പോൾ അത് പ്രകോപനം സൃഷ്ടിക്കുന്നു എന്നാണ് പറഞ്ഞത്. സത്യത്തിൽ ഇവർ യഥാർത്ഥത്തിൽ പുളിക്കൽ പിതാവ് പറഞ്ഞ വിഷയത്തിന്റെ മെറിറ്റ്, ആ മെറിറ്റ് സത്യമാണ്. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഇവർ ഒരു വിവാദം മനഃപൂർവ്വം ഉണ്ടാക്കുന്നു. ആലക്കോട് വെച്ച് പാമ്പ്ലാനി പിതാവ് പറഞ്ഞു, ഇത് BJP വോട്ട് ചെയ്യാനുള്ള ആഹ്വാനമൊന്നുമല്ല. ഞങ്ങളുടെ തലശ്ശേരി അതിരൂപതയിലെ വിശ്വാസികൾ അങ്ങനെ തീരെ നിലവാരമില്ലാത്ത ആളുകളൊന്നുമല്ല. ഞങ്ങൾ ഈ കഴിഞ്ഞ 10-70 വർഷമായി പള്ളിക്കൂടം പട്ടിണി കിടന്നും പിടിയേരി പിരിച്ചും പണിതുണ്ടാക്കിയത് ഞങ്ങളുടെ വിശ്വാസികൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും തീരുമാനിക്കാനും അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്ന് നിൽക്കാനുമുള്ള വകതിരിവും ബോധം അവർക്ക് ഉണ്ടാക്കാനും കൂടി വേണ്ടിയിട്ടാണ്. അവർക്കറിയാം ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. പിതാവ് പറഞ്ഞ ഒരു കർഷക സമൂഹത്തിന്റെ ഭാഗമായിട്ട് നിന്ന് പറഞ്ഞ, ഗതികെട്ട ഒരു സമൂഹത്തിന്റെ ഭാഗമായി നിന്ന് പറഞ്ഞ കാര്യത്തെ ഒരു രാഷ്ട്രീയ വിവാദമാക്കി മാറ്റി. എന്തിനാണ്? ആ വിഷയത്തിന്റെ മെറിറ്റിൽ നിന്ന്, കർഷക സമൂഹം നേരിടുന്ന വലിയ പ്രതിസന്ധിയിൽ നിന്ന് വിഷയം തിരിക്കണം, ശ്രദ്ധ തിരിക്കണം, ഒരു വിവാദ പുകമറ സൃഷ്ടിക്കണം. ഇത് തന്നെയാണ് ഈ പ്രസ്താവനയിലുള്ളത്. കേരളത്തിലെ യുവജനങ്ങൾ നേരിടുന്ന വലിയ പ്രതിസന്ധി, സ്കൂൾ കോമ്പൗണ്ടുകൾ പോലും നാർക്കോട്ടിക്കിന്റെ അതിപ്രസരം കൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരും കുഞ്ഞുങ്ങളും, നെക്സ്റ്റ് ജനറേഷൻ, അടുത്ത തലമുറ മയങ്ങി മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ അവിടെ ഉയർത്തിക്കാട്ടി. നമ്മുടെ ചെറുപ്പക്കാർ, യുവജം കേരളം ജീവിക്കാൻ കൊള്ളില്ലെന്ന് പറഞ്ഞ് നാടുവിടുന്ന, കടല് കടക്കുന്ന ഭീകരമായ മൈഗ്രേഷൻ എന്ന് പറഞ്ഞ യാഥാർത്ഥ്യത്തെ അവിടെ വെളിപ്പെടുത്തി. ഇതൊന്നും ഈ വീഡിയോ മോഷ്ടിച്ചുകൊണ്ട് പോയ കുബുദ്ധികൾക്ക് ചർച്ചയാക്കേണ്ടി വന്നില്ലല്ലോ. അവർ ചർച്ചയാക്കിയത് എന്താണ്? അതിലെ വളരെ സാന്ദർഭികമായി പറഞ്ഞ, ഒരു ഹാസ്യരൂപത്തിൽ പറഞ്ഞ ഒരു പ്രസ്താവന മാത്രം അവർ വിവാദമാക്കി. അപ്പോൾ പിതാവ് അഡ്രസ് ചെയ്ത വിഷയങ്ങൾക്ക് പ്രസക്തി ഉണ്ടായിരുന്നു. അത് ചർച്ച ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ മാധ്യമ സിൻഡിക്കേറ്റ് ഇങ്ങനെയുള്ള കേരളത്തിന്റെ സകല പുരോഗതിയും നന്മയിലേക്കുള്ള വളർച്ചയും തടസ്സപ്പെടുത്തുന്ന വിലകെട്ട കക്ഷി രാഷ്ട്രീയത്തിന് കൂട്ടുനിൽക്കുന്ന ഒരു മാധ്യമ സിൻഡിക്കേറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ അഭിമന്യ പിതാക്കന്മാർക്കെതിരെ. മാത്രമല്ല ഫാദർ ടോം ഒലിക്കരോട്ട്, ഇന്നലെ ഞായറാഴ്ച ദിവസം ഏതെങ്കിലും ഒരു കാട്ടിലൊരു അരിക്കൊമ്പനെ വനംവകുപ്പ് വലിയ ദൗത്യമൊക്കെ നടന്നിരുന്നെങ്കിൽ ഈ വിഷയം ചർച്ചയാക്കേണ്ട കാര്യം അവർക്കില്ല. അവര് ഇത്തരത്തിലുള്ള നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പുറകെ പോയി ഒരു ജനങ്ങളുടെ മനസ്സിലേക്ക്, ഒരു ബുദ്ധിയിലേക്ക് ഇത്തരത്തിൽ നെഗറ്റീവ് ചിന്തകൾ, പ്രത്യേകിച്ച് സഭയുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് ചിന്തകൾ കുത്തിനിറയ്ക്കുന്നു. ഒരു വ്യക്തമായിട്ടുള്ള ഒരു അജണ്ടയാണ് കാലങ്ങളായി അവർ നടപ്പാക്കുന്നത്. യെസ് ജോർജി, ശരിക്കും പറഞ്ഞ ഇന്നലെയൊക്കെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയം സ്വന്തം വീട്ടിലെ സിറ്റ് ഔട്ടിൽ ഇരുന്ന മനുഷ്യനെ വെട്ടിക്കൊന്ന കാട്ടുപോത്തിന്റെ വിളയാട്ടം, പുരയിടത്തിൽ പണിയെടുത്തുകൊണ്ടിരുന്ന മനുഷ്യനെ, അയാളുടെയൊക്കെ ആ വീഡിയോ ഒക്കെ നമ്മൾ പൊതുസമൂഹം കണ്ടതാണ്. ഏതവസ്ഥയിലാണ് ഒരു മനുഷ്യ ശരീരത്തെ പുതപ്പിൽ വാരിയെടുത്തുകൊണ്ട് പോകുന്നത്. ഇത് ചർച്ച ചെയ്യാതെ ഇങ്ങനെയുള്ള വളച്ചൊടിക്കപ്പെട്ട പ്രസ്താവനകളെ വളച്ചൊടിച്ച് ചർച്ച ചെയ്യുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ ഏറ്റവും സാമൂഹ്യ വിപത്തായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജനാധിപത്യത്തെയും അതുപോലെ മാനവിക മൂല്യങ്ങളെയും നമ്മുടെ സംസ്കാരത്തെയും ഒക്കെ പിടിച്ചു നിർത്തേണ്ട ഇത്തരം മാധ്യമങ്ങളും സാമാന്യ വിവരമോ ചരിത്രബോധമോ സാഹചര്യങ്ങളെ കുറിച്ചുള്ള അറിവോ ഇല്ലാത്ത ഇത്തരം അവതാരകരെ ശരിക്കും ഈ കേരളത്തിലെ ഈ ചാനലിലെ മുഖ്യധാര ചർച്ച അവതാരകൾ, പള്ളിക്കൂടത്തിന്റെ പടി കണ്ടതിന്റെ വിവരം പോലും ഇല്ലാത്ത അവതാരകരും അവരെഴുന്നള്ളിക്കുന്ന വിഡ്ഢിത്തരങ്ങളും കൊണ്ട് നമ്മുടെ വൈകുന്നേരങ്ങൾ മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വിഷയം വിവാദമാക്കിയത് ഇവിടുത്തെ ദുരുദ്ദേശത്തോടു കൂടിയ ഒരു മാധ്യമ സിൻഡിക്കേറ്റ് ആണ്.
പാമ്പ്ളാനി പിതാവിന് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും തലശ്ശേരി അതിരൂപതയ്ക്ക് അതിലെ രക്തസാക്ഷികളോടും യാതൊരു ആദരവ് കുറവുമില്ല. ഞങ്ങൾ തികഞ്ഞ ആദരവോടുകൂടി തന്നെയാണ് മൂല്യങ്ങൾക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കും മാനവികതയ്ക്കും വേണ്ടി നിലകൊണ്ട മനുഷ്യരെ കാണുകയും വീക്ഷിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. വളരെ വ്യക്തമായി ഭംഗിയെ തന്നെ ഫാദർ ടോം അലിക്കരോട്ട് ആ ഒരു വിഷയത്തെ അഡ്രസ് ചെയ്തു. യെസ്, ഞാൻ ശ്രീ ജോസു ടി ജെ ഒഴികയിൽ താങ്കൾ വളരെയധികം ചാനൽ ചർച്ചകളിൽ നാളുകളായിട്ട് പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. തൊട്ടു മുമ്പ് ടോമച്ചൻ പറഞ്ഞൊരു ട്രെൻഡ് ഉണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ. ഈ 2021 സെപ്റ്റംബർ 8 അന്ന് പാലാ പിതാവ് ഈ നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച്, നാർക്കോട്ടിക് വിപത്തിനെ കുറിച്ച് വലിയ രീതിയിലുള്ള മുന്നറിയിപ്പ് തന്നിരുന്നു. അതിനുശേഷം പിന്നീട് കേരളത്തിൽ നടന്നത് എന്താണ്, ലഹരിയുമായിട്ട് നടന്നത് എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് തന്നെ അറിയാവുന്ന കാര്യമാണ്. പാലാ പിതാവ് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഈ വലിയ കുടുംബങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ച ഒരു പാക്കേജിനെ അതിനെ കളിയാക്കി, അല്ലെങ്കിൽ അത് വലിയ രീതിയിൽ ഒരു ട്രോളൊക്കെ ആക്കി പല മാധ്യമങ്ങളും ചർച്ചയാക്കി. പിന്നീട് ഈ അടുത്ത നാളുകളിൽ തൃശ്ശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഈ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിലേക്ക് ക്രൈസ്തവ വിശ്വാസികൾ അല്ലെങ്കിൽ തന്റെ അജഗണങ്ങൾ പോകുന്ന ഒരു കാര്യം, അതിന്റെ ഒരു ആശങ്ക പങ്കുവച്ചു. അത് ചർച്ചയാക്കി. പിന്നീട് പാമ്പ്ളാനി പിതാവ് ഈ റബ്ബർ കർഷകരുടെ ഒരു ആദി അത് പറഞ്ഞപ്പോൾ അത് ചർച്ചയാക്കി. KCBC ഏറ്റവും ഒടുവിൽ ഈ കാട്ടുപോത്തിന്റെ വിഷയം പറഞ്ഞപ്പോൾ അത് വലിയ രീതിയിൽ സർക്കാർ തന്നെ അതിനെതിരെ ഒരു പ്രതികരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഈ ഒരു ട്രെൻഡ് പരിശോധിക്കുമ്പോൾ ഈ കാലോചിതമായ ഒരു വെല്ലുവിളികളെ കുറിച്ച്, ഒരു പ്രതിസന്ധികളെ കുറിച്ച് ഒരു മുന്നറിയിപ്പ് ഈ തന്റെ അജഗണങ്ങൾക്ക് ഈ സഭാ മേലധ്യക്ഷന്മാർ നൽകരുത് എന്ന ഒരു വ്യക്തമായിട്ടുള്ള അജണ്ട ഈ മാധ്യമങ്ങൾക്കുണ്ടോ? അതായത് ഒരു ഭയപ്പെടുത്തി, നമ്മൾ സ്ഥിരം പറയാറുള്ള ഒരു വാക്കാണ് ഭയപ്പെടുത്തി നിശബ്ദരാക്കുക. അതായത് ഈ ക്രൈസ്തവ സമുദായം ഇതൊന്നും അറിയരുത്. ഈ കാലോചിതമായി ഇവിടെ നടക്കുന്ന ലവ് ജിഹാദോ, നാർക്കോട്ടിക് ജിഹാദോ, പ്രണയക്കെണികളോ, ഈ ബഫർ സോൺ വിഷയമോ അല്ലെങ്കിൽ വന്യമൃഗ ആക്രമണം, ഇതിനെക്കുറിച്ചൊന്നും ക്രൈസ്തവ സമുദായത്തിലെ ആളുകൾ അറിയരുത്. അതിന് മുന്നറിയിപ്പ് നൽകാൻ സമുദായ മേലധ്യക്ഷന്മാർക്ക് യാതൊരു അവകാശമില്ല എന്ന തരത്തിലേക്ക് വരുത്തി തീർക്കുന്നു. ഭയപ്പെടുത്തി നിശബ്ദരാക്കുന്ന ഒരു പ്രവണത വീണ്ടും തുടരുന്നു. ശ്രീ ജോസു ടി ജി ഒഴികെ എങ്ങോട്ടാണ് ഈ മാധ്യമങ്ങളുടെയൊക്കെ ഒരു പോക്ക്? ഇവിടെ ഞാൻ ശരിക്കും ഇത് ഒരു മാധ്യമങ്ങളുടേത് മാത്രമെന്ന ഒരു തരത്തിലേക്ക് ചുരുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇതിന്റെ അകത്ത് ഈ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്ന മാധ്യമങ്ങളോട് കാര്യങ്ങൾ നടത്താൻ ആവശ്യപ്പെടുന്ന അധികാര കേന്ദ്രത്തിന്റെ താല്പര്യങ്ങളാണ്. ഇപ്പോ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അധികാര കേന്ദ്രത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുന്നത് അവരെ വളരെ സേഫ് ആക്കുന്ന ഒരു കാര്യം. അപ്പൊ അധികാര കേന്ദ്രത്തിന്റെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിലപാടെടുക്കുവാൻ മാധ്യമങ്ങൾ മടിക്കില്ല. കാരണം പരസ്യങ്ങൾ കിട്ടും, മറ്റു തരത്തിലുള്ള വരുമാനങ്ങൾ കിട്ടും, മറ്റു ആനുകൂല്യങ്ങൾ കിട്ടും. അവരുടെ ഭരണ കേന്ദ്രത്തിന്റെ എതിർപക്ഷത്തായി കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നും വരാം. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ സംഗതി ഇതിന്റെ അകത്ത് മാധ്യമങ്ങളുടെ സാമ്പത്തിക താല്പര്യമുണ്ട്. രണ്ടാമത്തെ സംഗതി മാധ്യമങ്ങളും അധികാര കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു താല്പര്യമുണ്ട്. മൂന്നാമത്തെ സംഗതി ഇത് വ്യൂവർഷിപ്പ് എന്ന് പറയുന്ന കൂടുതൽ ആളുകളെ നമ്മുടെ മുമ്പിൽ പിടിച്ചിരുത്തുക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. എപ്പോഴും ഭൂരിപക്ഷമാണ് ന്യൂനപക്ഷത്തിനെതിരെയുള്ള ഏത് സംഗതിക്കും കഴിവിക്കാർ കൂടുതലുണ്ടാവും. ഒരു ചെറിയ പക്ഷത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഒരു കാര്യം പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് മുഴുവൻ ഈ ചെറിയ പക്ഷം പ്രതിപക്ഷമാണ്. അപ്പൊ ഒരു ചെറിയ പക്ഷത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞാൽ ബാക്കിയുള്ളവരുടെ മുഴുവൻ പക്ഷം പറയുന്നതിന് തുല്യമാകും അത്. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ കാണുന്ന മാധ്യമ പ്രവർത്തനത്തിന്റെ ഈ അധാർമിക നിലപാടുകളുടെ പിന്നിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോ പാലാ പിതാവ് അന്ന് പറഞ്ഞ ആ വിഷയം എന്ന് പറയുന്നത് ഇവിടെ ലവ് ജിഹാദ് ഉണ്ട് എന്നും നാർക്കോട്ടിക് ജിഹാദ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് വരാൻ പോകുന്നത് എന്നും അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ആർക്കൊക്കെയാണ് കൊണ്ടത്? അത് കൊണ്ടത് ഈ നാർക്കോട്ടിക് ജിഹാദിനും ലവ് ജിഹാദിനും എതിരെ നിലപാടെടുക്കുകയും എല്ലാ ജനങ്ങൾക്കും തുല്യനീതി ഉറപ്പാക്കുകയും ചെയ്യേണ്ട ഭരണ സംവിധാനത്തിനിട്ട് ആണ് അത് കൊണ്ടത്. അപ്പോ ആ ഭരണ സംവിധാനത്തിനിട്ട് അത് കൊണ്ടു കഴിഞ്ഞപ്പോൾ അത് ഇപ്പോൾ ഭരിക്കുന്നവർക്കും ഇതിനു മുമ്പ് ഭരിച്ചിരുന്നവർക്കും ഒക്കെ അതിൻ്റെ അകത്തൊരു പങ്കുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോ അവരൊക്കെ അതിനകത്ത് എതിരായി. ചില വസ്തുതകൾ പുറത്തറിയരുത് എന്ന് ആഗ്രഹിക്കുന്നു. അത്തരം വസ്തുതകൾ യാഥാർത്ഥ്യമുള്ളതാണ്. ആ വസ്തുതകൾ പുറത്തറിഞ്ഞാൽ അത് അധികാരഘടനയെ സ്വാധീനിക്കും. അങ്ങനെ അധികാരഘടനയെ സ്വാധീനിക്കും എന്നതുകൊണ്ട് അത് പുറത്തറിയാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നു ഭരണ സംവിധാനം. അപ്പോൾ ഇത് ആരെങ്കിലും പുറത്തേക്ക് പറയുന്നു. അപ്പൊ അത് ഭരണ സംവിധാനത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമാണ്. അവിടെയുള്ളത് അധികാര രാഷ്ട്രീയമാണ്, യഥാർത്ഥ രാഷ്ട്രീയമല്ല. അതിൻ്റെ അകത്തുള്ളത് ശരിക്കും അധികാര രാഷ്ട്രീയമാണ്. ഈ അധികാര രാഷ്ട്രീയം എപ്പോഴും ശരിയുടെ പക്ഷത്തല്ല. അധികാര രാഷ്ട്രീയം എപ്പോഴും അധികാരം ഉറപ്പിക്കുന്നതിന് വേണ്ടി നിലപാടെടുക്കുന്ന പക്ഷത്താണ്.
അവിടെയാണ് നമ്മൾ ഇവിടെ പറയുന്ന വസ്തുതകളും സത്യങ്ങളും ഒക്കെ അവർക്ക് വേദനാജനകമാകുന്നത്. ഈ തരത്തിലുള്ള സത്യം പറഞ്ഞവരെ ഒക്കെ എക്കാലത്തും ക്രൂശിക്കാനായിട്ട് പൊതുസമൂഹമോ അല്ലെങ്കിൽ ഈ അധികാര കേന്ദ്രങ്ങളോ നിന്നിട്ടുണ്ട്. അത് ക്രിസ്തുവിനെ എടുത്തു കഴിഞ്ഞാലും ഇത് തന്നെയാണ് ഉദാഹരണം. അദ്ദേഹം സത്യം പറയാൻ തയ്യാറായി, അദ്ദേഹത്തെ ക്രൂശിച്ചു, ഒരു മടിയും കൂടാതെ ക്രൂശിച്ചു. ഇതിനൊക്കെ വളരെ മുമ്പ് സോക്രട്ടീസ് എന്ന് പറയുന്ന ചിന്തകൻ സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ജീവിക്കാൻ ആ ഭരണ സംവിധാനം അനുവദിച്ചില്ല. അവര് വിഷം കൊടുത്ത് അദ്ദേഹത്തെ കൊന്നുകളയുകയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ സത്യം പറയുന്നവരെ നിശബ്ദരാക്കുക, അത് അധികാരം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുക എന്ന തികച്ചും അധാർമികമായ ഒരു നടപടിയാണ് ഇതിനകത്തുള്ളത്. അതിനെയാണ് നമ്മൾ ഇവിടെ ചോദ്യം ചെയ്യുന്നത്. അതിനെ ചോദ്യം ചെയ്യാൻ നമുക്കുള്ളത് ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ആ ധാർമ്മികതയും നമ്മുടെ വിശ്വാസവും നമ്മുടെ ദീർഘവീക്ഷണവും തലമുറകളോടുള്ള നമ്മുടെ ഉത്തരവാദിത്വവും ഒക്കെയാണ് അതിന് പിന്നിലുള്ളത്. അധികാരത്തിന്റെ കാഴ്ചപ്പാട് എപ്പോഴും ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിലേക്കുള്ളതാണ്. അടുത്ത ഇലക്ഷനിൽ അധികാരത്തിൽ എത്തുക എന്ന പരിമിതമായ ലക്ഷ്യമാണ് പലപ്പോഴും അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇലക്ഷൻ നോക്കിയാൽ മതി, അതുവരെയുള്ളത് നോക്കുക എന്നുള്ളതാണ്. അതേസമയത്ത് ഒരു ജനതയുടെ തലമുറകളായിട്ടുള്ള ജീവിതത്തിന്റെ ധാർമ്മികമായ വശങ്ങള്, അവരുടെ കുടുംബജീവിതത്തിന്റെ വശങ്ങള്, അതുപോലെ തന്നെ അവര് സുസ്ഥിതിയോടുകൂടി കഴിയേണ്ടതിന്റെ സാഹചര്യങ്ങള്, നല്ല മാനസിക നിലനിർത്തേണ്ട ആവശ്യങ്ങള്, ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഒരു സഭാ സമൂഹം അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹം പ്രവർത്തിക്കുന്നത്. ഹ്രസ്വമായ ലക്ഷ്യങ്ങളല്ല അത്. ഇത് ആണ് യഥാർത്ഥത്തിൽ ഇതിന്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ടതായി നിൽക്കുന്ന ഒരു കാര്യം. ഇതിന്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സമകാലീന ഇഷ്യൂസിൽ യഥാർത്ഥത്തിൽ ഇന്ന് കേരളം നേരിടുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. അത് ഇപ്പോൾ ആ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഈ വന്യജീവി ആക്രമണം തന്നെ വളരെ ഗുരുതരമായി കേരള സമൂഹത്തെ ബാധിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ തെക്ക് വടക്ക് ഇപ്പോ ഒരേ ദിവസം 3 ഒരേ സമയത്ത് കാട്ടുപോത്ത് ഇറങ്ങുക എന്ന് പറയുന്നത് അല്പം വിചിത്രമായിട്ട് തോന്നും. കാട്ടുപോത്ത് പമ്പാവാലി നമ്മുടെ കണമന ഭാഗത്ത് കാട്ടുപോത്ത് ഇറങ്ങി, കൊല്ലം സൈഡിൽ കാട്ടുപോത്ത് ഇറങ്ങി, ചാലക്കുടി ഭാഗത്ത് കാട്ടുപോത്ത് ഇറങ്ങി, ഇന്നിപ്പോ കോതമംഗല ഭാഗത്ത് ഇറങ്ങിയിരിക്കുന്നു, മലബാർ ഭാഗത്തുണ്ട്. അപ്പൊ കാട്ടുപോത്ത് ഒരു ദിവസം തന്നെ കേരളത്തിന്റെ പല ഭാഗത്ത് ഈ കാട്ടുപോത്തിന് ഉണ്ടാവില്ല. കമ്മിറ്റി കൂടി ഒരു തീരുമാനിച്ചോ കേരളത്തിൽ ജനങ്ങളെ ഇറങ്ങി തകർത്തേക്കാവുന്ന? ഇതിന്റെ പിന്നിൽ ഒരു അജണ്ട വർക്ക് ചെയ്യുന്നുണ്ട്. ആ പിന്നിൽ നിൽക്കുന്ന അജണ്ട അത് അരിക്കൊമ്പൻ വിഷയത്തിൽ നിന്ന് ജനങ്ങളെ ശ്രദ്ധ തിരിച്ചുവിടാനാണോ, അല്ലെ കാട്ടാനേക്കാളും വലുത് കാട്ടുപോത്താണെന്ന് കാണിച്ചുകൊണ്ട് വേറെ എന്തെങ്കിലും സ്ഥാപിക്കാനാണോ? അതൊന്നും നമുക്കറിയത്തില്ല. എന്താണെങ്കിലും അങ്ങനെ ഒരു അജണ്ട വർക്ക് ചെയ്യുന്നുണ്ട്, ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള. ആ അജണ്ട പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായി മാത്രം കണ്ടാൽ മതിയാവും. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഒന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ശ്രീ ജോസൂട്ടി ജെ ഒഴികെ. ഇന്നലെ ഒരു രക്തസാക്ഷി ആ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട് മാർ ജോസഫ് പാംപ്ലാനിയുടെ ആ ഒരു പരാമർശം വളരെയധികം വിവാദമാക്കി. പ്രത്യേകിച്ച് CPM ആ ഒരു വിവാദമാക്കിയ ആ ഒരു ഘട്ടത്തിൽ അവർ രക്തസാക്ഷിയായി എടുത്തു കാട്ടിയത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധിയാണ്. നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി മരിച്ച വലിയൊരു മഹാത്മാവാണ് മഹാത്മാഗാന്ധി. പക്ഷേ ഈ CPM അവകാശപ്പെടുന്നത് നീണ്ട ഒരു രക്തസാക്ഷികളുടെ വലിയൊരു പട്ടിക അവർക്കുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ആ പട്ടികയിലെ ഒരു പേര് പോലും അവർ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നില്ല. പകരം രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ അവർ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ശ്രീ ജോസൂട്ടി ജോഡി? അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുസമൂഹത്തിന് മുമ്പിൽ തർക്കമില്ലാത്ത, സംശയമില്ലാത്ത ഒരാളെ അങ്ങ് പ്രൊജക്ട് ചെയ്യുക. ആ പ്രൊജക്ട് ചെയ്ത ആളിന്റെ മറവിൽ ബാക്കിയുള്ളതൊക്കെ സംരക്ഷിക്കുക. അതാണ് അതിന്റെ തർക്കം. ഗാന്ധിജി രക്തസാക്ഷിയാന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ആർക്കും ഒരു തർക്കവുമില്ല. ഗാന്ധിജി രക്തസാക്ഷി തന്നെയാണ്. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം പോലെയാണ് ഉള്ള രക്തസാക്ഷികളെയാണ് പാംപ്ലാനി പിതാവ് ഇത്തരത്തിൽ അവമതിച്ചത് എന്ന് വരുത്തി തീർത്തുകൊണ്ട് പാംപ്ലാനി പിതാവിനെ അവമതിക്കാനുള്ള ശ്രമമാണ് അതിന്റെ. അല്ലെങ്കിൽ മറ്റു തരത്തിൽ പറഞ്ഞ ഈ മറ്റ് രക്തസാക്ഷികളുടെ കാര്യം പറഞ്ഞാൽ പിന്നെ അതിന്റെ പിന്നിലുള്ള ചരിത്രം മറ്റുള്ളവർ ചെയ്യരുത്, ആ ഒരു ലക്ഷ്യം കൂടി ഉണ്ടാകും. ആ ലക്ഷ്യവും അതിൻ്റെ അകത്തുണ്ടാവും. അപ്പോ പാംപ്ലാനി പിതാവ് പറഞ്ഞതിന്റെ ആ പൊരുളിലേക്ക് കടക്കാതെ അതിനെ അതിന്റെ പുറമെ ഇട്ട് തകർത്ത് ഇനി ഈ പിതാവിനെ കൊണ്ട് മിണ്ടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് കേരള സമൂഹം തിരിച്ചറിയുന്നുണ്ട് എന്നാണ് എന്റെ ഒരു ബോധ്യം. കാരണം ഈ തരത്തിലുള്ള ഒരു ഗിമ്മിക്കുകളും ഒന്നും ഒരു പരിധിക്കപ്പുറം മുന്നോട്ട് പോകില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഒരു നെക്സസ് ഉണ്ട് കേരളത്തിന്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അധികാരത്തിന്റെ ഗുണങ്ങൾ അനുഭവിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ, അതുപോലെ തന്നെ ഏത് വിധത്തിലും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏത് നിയമവിരുദ്ധ പ്രവർത്തനവും നടത്തുന്നവരുടെ ഒരു കൂട്ടായ്മ, അത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥ സംവിധാനത്തിന്റെ, പോലീസ്, എക്സൈസ് തുടങ്ങിയ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളുടെ ഒരു കൂട്ടായ്മ. ഇങ്ങനെ ഒരു കൂട്ടായ്മയുടെ ആ ഒരു ബലത്തിൽ നിഷ്കളങ്കരായ സാധാരണക്കാരായ
സമാധാന പ്രേമികളായിട്ടുള്ള ആളുകളുടെ സംഘടിത ശക്തിയെ ആളുകൾ സംഘടിത ശക്തി ആർജിക്കാതിരിക്കാനായിട്ടും ഇവർ ശ്രമിക്കുന്നുണ്ട്. പാമ്പ്ലാന്റെയും പിതാവിനെ പോലുള്ള ഒരാൾ ജനങ്ങളുടെ മനസ്സിനകത്തേക്ക് വളരെ ശക്തമായി ആശയങ്ങളും അടിസ്ഥാനപരമായ കാര്യങ്ങൾ കടത്തിവിടുമ്പോൾ അത് ഈ നെക്സസിന്റെ കൂട്ടുകെട്ടിന്റെ ആ ഒരു ബലത്തെ ദുർബലപ്പെടുത്തുകയും സാധാരണക്കാരായ ആളുകളുടെ ചിന്ത ഒരു കേന്ദ്രത്തിലേക്ക്, അവർ അനുഭവിക്കുന്ന ദുരിതത്തിലേക്കും അവർ അനുഭവിക്കുന്ന അവഗണനയിലേക്കും ഭരണപരമായ പരാജയങ്ങളിലേക്കും അവിടെ ശ്രദ്ധ തിരിച്ചു ചെല്ലും എന്ന് ഇവർ തിരിച്ചറിയുന്നുണ്ട്. ഈ തിരിച്ചറിവ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം ഇങ്ങനെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ഈ നെക്സസിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ഈ അവിഹിത കൂട്ടുകെട്ടിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്ത് ജനങ്ങൾ നിൽക്കില്ല. അപ്പൊ അതുകൊണ്ട് എങ്ങനെയും ഈ സത്യം വിളിച്ചു പറയുന്ന ആളിനെ ഭീഷണിപ്പെടുത്തി ഭീതിപ്പെടുത്തി നിശബ്ദരാക്കുക എന്നുള്ളതാണ്. ഈ നെക്സസിന്റെ ഭാഗം കൂടിയാണ് ഒരു ഭാഗം മാധ്യമ പ്രവർത്തകർ. ഞാൻ എല്ലാ മാധ്യമങ്ങളെയും ഒന്നും പറയുന്നില്ല. ഒരു ഭാഗം മാധ്യമ പ്രവർത്തകരും ഇതിന്റെ ഭാഗമാണ്. അവരതിന് നേട്ടം അനുഭവിക്കുന്നുണ്ട്, സാമ്പത്തികമായ നേട്ടം അനുഭവിക്കുന്നുണ്ട്, മറ്റു തരത്തിലുള്ള നേട്ടങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അത് തന്നെയാണ് അതിന്റെ കാര്യം. ഈ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അഴിമതികളാണ് ഈ കഴിഞ്ഞ ഏതാനും നാളുകളായി ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എടുത്താൽ നമുക്കറിയാമത്. അത് എവിടെ തുടങ്ങണമെന്ന് അറിയത്തില്ല. അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയുടെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാലും, അത് ലൈഫ് മിഷൻ പദ്ധതിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും, അത് ഈ നമ്മുടെ സ്വർണ്ണക്കടത്തുണ്ട്, ബ്രഹ്മപുരത്തെ തീപിടുത്തത്തിന്റെ സംഗതികളുണ്ട്, അതുപോലെ വന്യജീവികൾ ഈ ഉൽപ്പന്നങ്ങളുടെ വിലയിടിവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഭരണപരാജയത്തിന്റെ സംഗതികളാണ്, വാഗ്ദാന ലംഘനങ്ങളാണ്. ബഡ്ജറ്റിൽ തുക പറയും, ഇത്ര രൂപ ഇന്നായിട്ട് ഇതിന് വെച്ചിരിക്കുന്നു, അത് ചെലവഴിക്കില്ല. ബഡ്ജറ്റിൽ തുക കൊള്ളിച്ചു എന്ന് പറഞ്ഞ് കയ്യടി മേടിക്കുകയും അത് ചെലവഴിക്കാതെ അടുത്ത വർഷത്തേക്ക് കടത്തിപിടിക്കുകയും ചെയ്യുക. അപ്പൊ ഈ തരത്തിലുള്ള ഭരണപരാജയങ്ങളിൽ നിന്ന് ഞങ്ങളെ ശ്രദ്ധ തിരിച്ചു പിടിക്കണമെങ്കിൽ വർഗീയമായും അത് മതപരമായും അത് വിഭാഗീയമായും ആളുകളെ വിഘടിപ്പിച്ച് നിർത്തണം. അത്തരത്തിലുള്ള വിഘടിപ്പിക്കലിന്റെ ഭാഗമാണ്. അതൊരു ന്യൂനപക്ഷമാകുമ്പോൾ ഭൂരിപക്ഷത്തെ തങ്ങളുടെ കൊടുത്ത് നിർത്താം എന്നൊരു മിഥ്യാധാരണയും ഇതിൻ്റെ അകത്തുണ്ട്. ഇതാണ് ഇതിൻ്റെ അകത്തെ കാര്യം എന്നാണ്. അവസാനമായി ഫാദർ ടോം ഒലിക്കരോട്ട്, അങ്ങ് ലൈനിലുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. യെസ്. പ്രത്യേകിച്ച് നമ്മൾ കുറെ നാളുകളായി, പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണങ്ങൾ, ആ പ്രതികരണങ്ങൾ വരുന്നത് അവർ നേരിടുന്ന ചില അനീതികൾ, ചില ദുരനുഭവങ്ങൾ, അത് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ, ഇപ്പോൾ കലാ സാംസ്കാരിക മേഖലയിൽ നിന്നായിക്കോട്ടെ, ഇപ്പോൾ നേരത്തെ ശ്രീ ജോസൂട്ടി ജെ ഒഴികെ സൂചിപ്പിച്ച മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ, പലരും തൊടാൻ മടിക്കുന്ന പല അനീതികൾക്കെതിരെയും ശക്തമായി പ്രതികരിക്കുന്നു. പ്രത്യേകിച്ച് അങ്ങേപോലുള്ള വൈദികൻ, ഒപ്പം തന്നെ റോയിച്ചനൊക്കെ ശക്തമായ ഒരു പ്രതികരണം നടത്തുന്ന വ്യക്തിയാണ്. നമ്മുടെ ഈ പാനൽ എല്ലാവരും, ശ്രീ ജോസൂട്ടി ജെ ഒഴിയിലായിക്കോട്ടെ, പല നമ്മുടെ ക്രൈസ്തവ സംഘടനകളും. പക്ഷേ ഒരു സംഘടിതമായ ഒരു ആക്രമണം, നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെ, അത് വന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ളൊരു ആക്രമണം നടക്കുമ്പോൾ ഒരു ഭയപ്പെടുത്തുന്നു, അവഹേളിക്കുന്നു, അപമാനിക്കുന്നു, അധിക്ഷേപിക്കുന്നു. പക്ഷെ നാം ഒരു ഭയപ്പെട്ട് പിന്മാറേണ്ടതുണ്ടോ? കൂടുതൽ നമ്മൾ ശക്തി ആർജിച്ച് ഒന്ന് മുന്നോട്ട് പോകേണ്ടതല്ലേ? പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തുന്ന വ്യക്തികളോട് താങ്കൾക്ക് എന്താണ് ഈ ഒരു ഇഷ്യൂവിന്റെ ഒക്കെ ഒരു അടിസ്ഥാനത്തിൽ പറയാനുള്ളത്, ഫാദർ ടോം ഒലിക്കരോട്ട്? ജോർജ്, ഇത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചില വിഷയങ്ങളെ അധിഷ്ഠിതമാക്കിയിട്ടാണ് വിമർശനങ്ങൾ നടത്തുന്നത്. അത് മയക്കുമരുന്നിനെ കുറിച്ചാവാം, പ്രണയചതികളെ കുറിച്ചാവാം, ഇതെല്ലാം വിഷയാധിഷ്ഠിത വിമർശനങ്ങളാണ്. എന്നാൽ വിമർശന കലയുടെ അർത്ഥം അറിയത്തില്ലാത്ത ആളുകൾ അതിനെ വ്യക്തിപരമാക്കിയെടുക്കും. അല്ലെങ്കിൽ അതൊരു മതത്തിനെതിരാണെന്ന് പറയും, അതൊരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനെതിരാണെന്ന് പറയും. ക്രിസ്തീയമായ വിമർശന രീതി അതൊരിടത്തും വിഷയാധിഷ്ഠിതം മാത്രമാണ്, വ്യക്തി അധിഷ്ഠിതമല്ല. വിഷയത്തോടുള്ള എതിർപ്പിനപ്പുറം മതങ്ങളോടോ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളോടോ നമുക്ക് യാതൊരു എതിർപ്പുമില്ല എന്നുള്ളതാണ് പരമമായ സത്യം. തീർച്ചയായും. നമ്മളിവിടെ നാർക്കോട്ടിക്കിന്റെ വ്യാപനത്തെ കുറിച്ച് പറഞ്ഞു, പ്രണയചതികളെ കുറിച്ച് പറയുന്നു. നമ്മുടെ മുമ്പിൽ ചില വിഷയങ്ങൾ, ചില ജീവനുള്ള ഉദാഹരണങ്ങളുണ്ട്. അത് നമ്മൾ പറയുമ്പോൾ ചില ആളുകൾ നമ്മളെ ഏതെങ്കിലും ഒരു മതത്തിനോ പാർട്ടിക്കോ വിരുദ്ധരായിട്ട് ചിത്രീകരിക്കാനോ ശ്രമം നടത്തും. നമ്മൾ പറയുന്ന ചില ഉദാഹരണങ്ങളെ മാത്രം അവർ അതിൽ നിന്ന് അടർത്തിയെടുത്ത് അത് ഏതെങ്കിലുമൊക്കെ മതവിരുദ്ധതയാണെന്ന് ചിത്രീകരിച്ച് ഈ കേരള സമൂഹത്തിന്റെ ഒരു സമാധാന അന്തരീക്ഷത്തിന് വിഷം കലക്കുന്ന ക്ഷുദ്രജീവികളായിട്ടുള്ള ചില ആളുകളുണ്ട്. അവർ അവരുടേതായ യൂട്യൂബ് ചാനലുകളിലും പ്രോഗ്രാമുകളിൽ ഇരുന്ന് നിർബാധം ഈ വസ്തുതാപരമായ വിഷയാധിഷ്ഠിത വിമർശനങ്ങളെ അവർ വളച്ചൊടിച്ച് വക്രീകരിച്ച് അവരുടെ വളരെ ദുരുദ്ദേശമായ ലക്ഷ്യത്തോടുകൂടി അത് വ്യക്തിപരമായോ ഒക്കെയുള്ള വിമർശനങ്ങളാക്കി അവർ മാറ്റുന്നുണ്ട്. അത്തരക്കാരോട് നമ്മൾ കരുതിയിരിക്കണമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം.
രണ്ടാമത്, അവർ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അവർ നമ്മളെ വ്യക്തിഹത്യ ചെയ്യാനോ നമ്മളെ ഭയപ്പെടുത്തി നിസ്സഹായരാക്കി നിശബ്ദരാക്കാനോ വേണ്ടിയിട്ടാണ്. അവരുടെ ഹീനമായ കുടിലതന്ത്രം നമുക്ക് മനസ്സിലാകുന്നിടത്തോളം കാലം അത്തരം തന്ത്രങ്ങളിൽ ഒന്നും നമ്മൾ ഭയക്കേണ്ടതോ വീഴേണ്ടതോ ഇല്ല. ഈ കേരള സമൂഹത്തിലെ ഒരു മതവിഭാഗത്തോടോ ഒരു രാഷ്ട്രീയ പാർട്ടിയോടോ കത്തോലിക്ക സഭയിലോ കത്തോലിക്ക സഭയിലെ പുരോഹിതരോ അൽമായ നേതാക്കളോ ആയി പ്രവർത്തിക്കുന്ന നമുക്കാർക്കും യാതൊരു തരത്തിലുള്ള വിരോധവുമില്ല. സഹോദരതുല്യമായ സ്നേഹം മാത്രമേ ഉള്ളൂ. നമ്മൾ വിഷയാധിഷ്ഠിത വിമർശനങ്ങൾ മാത്രമാണ് പറയുന്നത്. ആ വിമർശനങ്ങൾ ആ വിഷയം പറയുന്നതിനപ്പുറം കഴിയുകയും വ്യക്തിപരമായ അതിനപ്പുറത്തേക്കുള്ള സൗഹൃദങ്ങൾ സൂക്ഷിക്കാൻ, ബന്ധങ്ങൾ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. വിമർശന കലയുടെ പ്രാഥമിക പാഠം പോലും അറിയാത്ത ആളുകളാണ് വന്ന് വൈരാഗ്യ ബുദ്ധിയോടുകൂടി വ്യക്തിപരമായ ആക്രമണങ്ങൾ നടത്തുന്നു, ദൂഷണങ്ങൾ പറയുന്നു, അവർ പോസ്റ്ററുകൾ ഇറക്കി നമ്മളെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ ഉന്നയിച്ച ഒരു വിഷയത്തിനും അവർക്ക് ഉത്തരമില്ലെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആർഗ്യുമെന്റും ആദ് ഹോമിനും എന്ന് ലത്തീനിൽ പറയും. വിഷയാധിഷ്ഠിത വിമർശനങ്ങളെ വ്യക്തിയാധിഷ്ഠിതമാക്കി മാറ്റുന്നത്. കാരണം എന്താണ്? ഉയർത്തുന്ന വിഷയങ്ങളുടെ സത്യസന്ധതയ്ക്ക് മുമ്പിൽ നിൽക്കാൻ ഈ ഭീരുക്കൾക്ക് ശേഷിയില്ലാത്തത് കൊണ്ട് അവർ ആക്രമണവും തേജോവധവും നടത്തുകയാണ്. അവർക്ക് നമ്മൾ ആരാണെന്നും നമ്മുടെ ലക്ഷ്യം എന്താണെന്നും അറിയാത്തത് കൊണ്ടാണ് അവർ ഇത്തരം വിമർശനങ്ങൾ നടത്തുന്നത്. അവർ വ്യക്തിഹത്യ ചെയ്താൽ നമ്മൾ പേടിച്ചു പോകുമെന്ന് അവർ തെറ്റിദ്ധരിക്കുന്നുണ്ടാവും. വിഷയത്തോടും സമൂഹത്തോടുമുള്ള പ്രതിബദ്ധത കൊണ്ട്, ഇവിടെ മാനവികത സാഹോദര്യം പുലരണമെന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണ് നമ്മൾ ചില വിഷയങ്ങളിൽ ചില സന്ദേഹങ്ങൾ, സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അത് ആ രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, ഇതൊക്കെ കേൾക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹം, അവരിൽ ബഹുഭൂരിപക്ഷവും ഒരുതരം ആലസ്യത്തിലും ഇതുവരെ നേരം വെളുക്കാത്തവരെ പോലെയൊക്കെയാണ് പെരുമാറുന്നത്. ഇത്തരം ആക്ഷേപങ്ങൾ സഭയ്ക്ക് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളുകളെ, വിഷയാധിഷ്ഠിതമായി ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്ക് പിന്തുണ കൊടുക്കേണ്ടതിന് പകരം ആ സമൂഹം അവരെ നിശബ്ദരാക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പിൽ. അപ്പോൾ പാമ്പ്ളാനി പിതാവ് ആക്രമിക്കപ്പെടുന്നത്, കല്ലറങ്ങാട്ട് പിതാവ് ആക്രമിക്കപ്പെട്ടത്, കത്തോലിക്ക സഭയിലെ ബിഷപ്പുമാരോ അൽമായ നേതാക്കന്മാരോ ആക്ഷേപിക്കപ്പെടുന്നത്, അവർ ഉയർത്തിയ വിഷയങ്ങൾക്ക് ഉത്തരം പറയാനില്ലാത്ത ഭീരുക്കൾ അത് വ്യക്തിഹത്യയിലേക്ക് അത് വഴിതിരിച്ചു വിട്ടതുകൊണ്ടാണ്. ഈ പ്രസ്തുത വിഷയത്തിൽ പാമ്പ്ളാനി പിതാവിന് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും അഭിപ്രായ വ്യത്യാസമില്ല. ഇടത് വലത് BJP ഭേദമന്യേ എപ്പോഴും ഏത് സമയത്തും പ്രവർത്തകർക്കും നേതാക്കന്മാർക്കോ കടന്നു വരാൻ പറ്റുന്ന വിധം വിശാലമാണ് തലശ്ശേരി അതിരൂപതയുടെ വാതായനങ്ങൾ. അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും മൂല്യസംഹിതകൾക്കെതിരെയോ അവരുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കെതിരെയോ ഉള്ള ഒരു പരാമർശവുമല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഈ കേരള സമൂഹത്തിൽ വിഷം കലർത്തണം എന്ന് ലക്ഷ്യമുള്ള ചില ആളുകൾ ഇതിന്റെ പിറകിൽ നിന്നുകൊണ്ട് അഭിയുന്റെ പിതാക്കന്മാർ, പാമ്പ്ളാനി പിതാവ് ഉൾപ്പെടെ ഉന്നയിച്ച വളരെ സത്യസന്ധമായ വിഷയങ്ങളിൽ നിന്ന് പൊതുജന ശ്രദ്ധ തിരിച്ചുവിട്ട് ഒരു പുകമറ സൃഷ്ടിച്ച് പിതാക്കന്മാർ ഉന്നയിച്ച വിഷയങ്ങളുടെ മൂല്യം, അതിന്റെ യഥാർത്ഥ പ്രസക്തി നഷ്ടപ്പെടുത്താനുള്ള വളരെ കരുതിക്കൂട്ടിയ ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എനിക്ക് ഇതിൽ പ്രതികരിച്ച സഖാവ് P. ജയരാജൻ അടക്കമുള്ള ഇടതുപക്ഷ നേതാക്കന്മാരുണ്ട്. അവരോടൊക്കെ തലശ്ശേരി അതിരൂപതയുടെ പരിധിക്കുള്ളിലാണ്, നല്ല സൗഹൃദം സൂക്ഷിക്കുന്ന ആളാണ് പാമ്പ്ളാനി പിതാവ്. തലശ്ശേരി അതിരൂപതയും അങ്ങനെ തന്നെയാണ്, വളരെ അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇത്തരം കുബുദ്ധികളുടെ പ്രചരണത്തിൽ ബഹുമാന്യരായ രാഷ്ട്രീയ നേതാക്കൾ, സാമുദായിക നേതാക്കൾ, മത നേതാക്കൾ വീഴാൻ പാടില്ല. ഇവർ നമ്മളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാൻ ആഗ്രഹിക്കുന്ന ദുഷ്ടജീവികളാണെന്ന് തിരിച്ചറിഞ്ഞ് കേരള സമൂഹത്തിന്റെ മതനിരപേക്ഷയും അതുപോലെ സാമൂഹിക സഹവർത്തിത്വവും നിലനിർത്തുന്നതിന് എപ്പോഴും നിതാന്ത ജാഗ്രത കാണിക്കണമെന്നുള്ളതാണ് ഈ നമ്മുടെ ചുറ്റുമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരോടും മത സാമുദായിക നേതാക്കന്മാരോടും തികഞ്ഞ സ്നേഹത്തോടെ നമുക്ക് പറയാനുള്ളത്. നമുക്ക് സാഹോദര്യത്തിന്റെ സ്നേഹം മാത്രമേ എല്ലാവരോടും ഉള്ളൂ. വിമർശനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിഷയാധിഷ്ഠിതം മാത്രമാണ്, വ്യക്തിയാധിഷ്ഠിതമല്ലെന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, വളരെ വ്യക്തമാണ്. ചർച്ച അവസാനിപ്പിക്കുകയാണ്. വളരെ പ്രസക്തമായിട്ടുള്ള പോയിന്റ്സ് ആണ് ചർച്ചയിൽ ഉടനീളം ഉയർന്നു വന്നത്. തീർച്ചയായും അനീതിക്കെതിരെ, കൊടിയ നീതി നിഷേധത്തിനെതിരെ ശക്തമായി തന്നെ ക്രൈസ്തവ സമുദായം ഇനിയും പ്രതികരിക്കും. ഇത്തരത്തിലുള്ള ഈ മുഖ്യധാര മാധ്യമങ്ങൾ നടത്തുന്ന പല ചർച്ചകൾ കൊണ്ടോ അല്ലെങ്കിൽ അവഹേളനങ്ങൾ കൊണ്ടോ അധിക്ഷേപകരങ്ങളായ പോസ്റ്റുകൾ കൊണ്ടോ ഒന്നും
ക്രൈസ്തവ സമുദായത്തെയോ ക്രൈസ്തവ സമുദായ നേതൃത്വത്തെയോ നിശബ്ദമാക്കാൻ സാധിക്കില്ല. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ റോയ് കണഞ്ചിറ CMA, ഒപ്പം ഫാദർ ടോം ഒലിക്കരോട്, ശ്രീ ജോസൂട്ടി ജെ ഒഴികയിൽ 3 പേർക്കും പ്രത്യേകം നന്ദി.